ഹലോ നമസ്കാരം, രഞ്ജിത്ത്. കേരളത്തിലെ ചെറുകിട സംരംഭങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് എന്താണ്? യാതൊരു സംശയം വേണ്ട, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ് തന്നെയാണ്. പലപ്പോഴും ഈ HR മാനേജ്മെന്റിനൊന്നും വലിയ പ്രാധാന്യം ചെറുകിട സംരംഭകർ കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളൊരു ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് എങ്ങനെയെങ്കിലും ഒന്ന് പ്രോഫിറ്റബിൾ ആക്കുക എന്നുള്ളതായിരിക്കും മേജറായിട്ടുള്ള ഫോക്കസ്. അപ്പോൾ പർച്ചേസിലും സെയിൽസിലും ഓപ്പറേഷൻസിലും ഒക്കെ ആയിരിക്കും എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ പർച്ചേസ് ആവട്ടെ, സെയിൽസ് ആവട്ടെ, ഓപ്പറേഷൻസ് ആവട്ടെ, ഇതെല്ലാം കൃത്യമായി നിലനിന്നു പോകാൻ ഹ്യൂമൻ റിസോഴ്സസ് വേണമെന്നുള്ളത് പലരും മറന്നു പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പല ഓർഗനൈസേഷൻസും അത്യാവശ്യം സെയിൽസ് ഒക്കെ ആയതിനു ശേഷമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നത്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് സമീപിച്ചിട്ടുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതായത് 100-ലധികം എംപ്ലോയീസ് ആയതിനു ശേഷം, അല്ലെങ്കിൽ 100 കോടി ടേൺ ഓവർ കടന്നതിന് ശേഷമൊക്കെ ആയിരിക്കും പലപ്പോഴും ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റിനെ കുറിച്ച് അവർ ആലോചിക്കുകയെങ്കിലും ചെയ്യുക. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അത് ശമ്പളം കൊടുക്കുകയോ അറ്റൻഡൻസ് നോക്കുകയോ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ഡെവലപ്മെൻ്റൽ HR-ഉം സ്ട്രാറ്റജിക് HR-ഉം ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്ന അടക്കം HR-ൻ്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപരമായ ഒരു കാര്യം തന്നെയാണ്. ഈ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു മോഡൽ പരിചയപ്പെടുത്താം. ഇതിനെ ഹാർവാർഡ് മോഡൽ എന്നാണ് പറയുന്നത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട അവിടെയുള്ള കുറച്ച് മാനേജ്മെൻറ്റ് സയൻറ്റിസ്റ്റുകൾ ഇവോൾവ് ചെയ്തെടുത്ത ഒരു മോഡലാണ് ഈ ഹാർവാർഡ് മോഡൽ. 5 പ്രധാനപ്പെട്ട ബ്ലോക്കുകളാണ് ഈ ഹാർവാർഡ് മോഡലിലുള്ളത്. എങ്ങനെയാണ് ഓർഗനൈസേഷൻ്റെ ലോങ് ടേം കോൺസിക്വൻസസിലേക്ക് ഒരു HR ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇത് സിമ്പിളായിട്ട് അനലൈസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ഒരു HR പോളിസി അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു HR സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടോപ്പ് മാനേജ്മെൻ്റ് ആവാം, സ്റ്റാഫ് ആവാം, ചുറ്റുമുള്ള ആളുകളാവാം, കസ്റ്റമേഴ്സ് ആവാം, നമുക്ക് നമ്മുടെ സപ്ലയേഴ്സ് ആവാം, കണക്ട് ചെയ്ത് നിൽക്കുന്ന കമ്മ്യൂണിറ്റി ആവാം. സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ എന്താണ്? പ്രത്യേകിച്ചും ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ, ഫൗണ്ടറിൻ്റെ, അതുമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളുകളുടെ എല്ലാം ഇൻട്രസ്റ്റ് ശരിക്കും എന്താണ്? എന്ത് തരത്തിലുള്ള ഒരു വിഷനാണുള്ളത്? ഒരു സോഷ്യൽ വാല്യൂ ആണുള്ളത്? മറ്റൊന്ന് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആണ്. എന്താണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്താണ്? നമ്മുടെ കയ്യിലുള്ള സ്കിൽ എന്താണ്? നമുക്ക് എത്രമാത്രം റീച്ച് ഉണ്ട്? നമുക്ക് എത്രമാത്രം ഫണ്ട് ഉണ്ട്? എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യേണ്ടത് ഈ 2 ബ്ലോക്കുകളാണ്. നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം പറയാനുണ്ട്. ഞാൻ വളരെ ക്രിസ്പായിട്ട് പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ കൃത്യമായി അനലൈസ് ചെയ്യുക. ഒപ്പം തന്നെ ഇപ്പോഴുള്ള നമ്മളുടെ കറൻറ്റ് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായി അനലൈസ് ചെയ്യുക. ഈ 2 കാര്യങ്ങളും കൃത്യമായി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്കാണ് എത്തുന്നത്? നമുക്ക് HR പോളിസികൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും HR പോളിസികൾ ആളുകൾ ഡിസൈൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു അനാലിസിസും നടത്താതെയാണ്. വേറെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഓർഗനൈസേഷൻ്റെയൊക്കെ HR പോളിസി അതേപടി കോപ്പി ചെയ്യലാണ് പലരും ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി റോങ് ആയിട്ടുള്ള ഒരു നടപടിയാണത്. അതിന് കാരണം അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റുകൾ വേറെ ആയിരിക്കാം, അവരുടെ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എൻറ്റയർലി ഡിഫറൻ്റ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്, നമ്മൾ എന്തിനു വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കി, ഒപ്പം തന്നെ നമ്മളുടെ ഇപ്പോഴുള്ള സ്കിൽ സെറ്റ് എന്താണ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് തയ്യാറാക്കാൻ? HR പോളിസി തയ്യാറാക്കാൻ. HR പോളിസിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. നമ്മുടെ HR-ൻ്റെ ക്വാളിറ്റി പോളിസി ആയിരിക്കാം, ഒരുപക്ഷെ HR നമ്മുടെ സ്റ്റാഫ് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതായിരിക്കാം, നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ചായിരിക്കാം, നമ്മുടെ പെർഫോമൻസ് അപ്രൈസലിനെ കുറിച്ചായിരിക്കാം, നമ്മുടെ കരിയർ മാനേജ്മെൻറ്റിനെ കുറിച്ചായിരിക്കാം, നമ്മുടെ റിവാർഡ് സിസ്റ്റത്തെക്കുറിച്ചായിരിക്കാം. ഇത്തരത്തിൽ പലതരത്തിലുള്ള സിസ്റ്റംസ് അല്ലെങ്കിൽ പോളിസീസ് എല്ലാം ഉണ്ടാക്കുന്നത് ശരിക്കുള്ള ഒരു അനാലിസിസിലൂടെ ആയിരിക്കണം എന്നുള്ളതാണ് സത്യം. അപ്പോൾ കൃത്യമായിട്ടുള്ള സിറ്റുവേഷണൽ ഫാക്ടേഴ്സിൻ്റെ അനാലിസിസിലൂടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കുന്നതിലൂടെയാണ് കൃത്യമായ ഒരു HR പോളിസി ഡെവലപ്പ് ചെയ്യുന്നത്. ഞങ്ങൾ ഒരുപാട് ഓർഗനൈസേഷനിൽ 100-ലധികം ഓർഗനൈസേഷനിൽ കേരളത്തിൽ തന്നെ HR പോളിസികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള HR പോളിസികളാണ്. കൃത്യമായ അനാലിസിസിലൂടെ നിങ്ങളുടെ ഓർഗനൈസേഷന് വേണ്ട കൃത്യമായ പോളിസിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്തരത്തിലുള്ള HR പോളിസികളാണ് അടുത്ത ബ്ലോക്കിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നയിക്കുന്നത്. എന്താണ് അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത്? ഈ HR പോളിസികളാണ് HR ഔട്ട്കംസ് ഉണ്ടാക്കുന്നത്. HR ഔട്ട്കംസ് പലതരത്തിലാണ് വരുന്നത്. എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, എംപ്ലോയീസിൻ്റെ കോമ്പീറ്റൻസിയുടെ കാര്യത്തിൽ, കോസ്റ്റ് സേവിങ്ങിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും എംപ്ലോയീസ് ഉണ്ടാക്കുന്ന ഔട്ട്കം നമ്മളുടെ HR പോളിസികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. പലപ്പോഴും വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള HR പോളിസികൾ ഉണ്ടാകുമ്പോൾ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള HR പോളിസികൾ ഉണ്ടാകുമ്പോൾ, ഗ്രോത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള HR പോളിസികൾ ഉണ്ടാകുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നു? എംപ്ലോയീസിൻ്റെ കമ്മിറ്റ്മെൻറ്റും
അവർക്ക് അവരുടെ കോമ്പിറ്റൻസി ബെറ്റർ ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഉതകുന്ന തരത്തിലുള്ള HR പോളിസികൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് അസസ് ചെയ്യുന്നു, ഒപ്പം തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് കൃത്യമായിട്ടുള്ള HR പോളിസികൾ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. ആ HR പോളിസികളിൽ നിന്നാണ് എന്ത് സംഭവിക്കുന്നത്, HR ഔട്ട്കംസ് ഉണ്ടാവുന്നത്. കോമ്പിറ്റൻസി അടക്കമുള്ള, കോൺഗ്രുവൻസ് അടക്കമുള്ള, ഇവരുടെ കമ്മിറ്റ്മെൻ്റ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് ലോങ് ടേം ആയിട്ടുള്ള കോൺസിക്വൻസുകൾ ഉണ്ടാകുന്നു. കമ്മിറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകുമ്പോൾ, വളരെ കോമ്പീറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമ്പീറ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഓർഗനൈസേഷൻ കുറേയും കൂടി ദൂരത്തേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് സഞ്ചരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓർഗനൈസേഷൻ അടുത്ത ലെവലിലേക്ക് പോകുന്നു. അതായത് സിറ്റുവേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അടുത്ത ലെവലിലേക്ക് മാറും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി, വീണ്ടും ഒരു അനാലിസിസിനുള്ള സാധ്യതയായി, വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യാം. HR പോളിസി അടുത്ത ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, അപ്ഗ്രേഡ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വണ്ടർഫുൾ സൈക്കിളാണ്. ഇത്തരത്തിലുള്ള ഒരു സൈക്കിളിലൂടെയാണ് ഇതിൽ വലിയ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഹാർവേഡ് മോഡൽ നമ്മളുടെ എല്ലാം ഓർഗനൈസേഷനുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ്. ഹാർവാർഡ് മോഡൽ ഓഫ് HR മാനേജ്മെൻറ്റ് ചെറുകിട സംരംഭങ്ങളിൽ അടക്കം ഉപയോഗിക്കുകയും വലിയ രീതിയിൽ വിജയിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന മോഡലായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.